വാർത്തകളും നോട്ടിഫിക്കേഷനും ലഭിക്കാൻ ഉടൻ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. തൊട്ടപ്പുറത്തുള്ള ബെൽ ഐക്കണിൽ ക്ലിക്ക് ചെയ്തുകൊണ്ട് ഓൾ എന്നുള്ള ഓപ്ഷൻ തിരഞ്ഞെടുക്കും. ഇനി എത്ര വലിയ ശത്രുവായാലും, ഇനി എത്ര വലിയ രാഷ്ട്രീയ എതിരാളിയായാലും അയാൾ കൊല്ലപ്പെട്ടു, അയാൾ മരിച്ചു എന്ന് കേട്ട് കഴിഞ്ഞാൽ മനസ്സൊന്ന് പിടയും. കാരണം നമ്മൾ മനുഷ്യരാണ്. സങ്കടപ്പെടുത്തുന്ന, വേദനിപ്പിക്കുന്ന വാർത്തകൾ കേട്ടുകഴിഞ്ഞാൽ മനസ്സ് പിടയുന്നത് മനുഷ്യത്വത്തിന്റെ ലക്ഷണമാണ്, മനുഷ്യനായതുകൊണ്ടാണ്. എന്നാൽ ചിലരുണ്ട്, ചില കൂട്ടരുണ്ട്, അവർക്ക് മൃതദേഹങ്ങളെ കണ്ടു കഴിഞ്ഞാൽ ചവിട്ടാൻ തോന്നും, മൃതദേഹങ്ങളെ കണ്ടു കഴിഞ്ഞാൽ ചിരിക്കാൻ തോന്നും, മൃതദേഹങ്ങളെ കണ്ടു കഴിഞ്ഞാൽ നൃത്തം ചെയ്യാൻ തോന്നും. അത്തരത്തിലുള്ള ആളുകളെ വിളിക്കുന്നത് നരഭോജികൾ എന്ന് പറഞ്ഞുകൊണ്ടാണ്. മനുഷ്യന്റെ മൃതദേഹത്തെ, മനുഷ്യന്റെ ശരീരത്തെ പച്ചക്ക് തിന്നുന്നവർ എന്നാണ് നമ്മൾ അത്തരക്കാരെ അഭിസംബോധന ചെയ്യേണ്ടത്. തീർച്ചയായും രാജ്യം ഇന്നലെ അങ്ങനെ ഒരു കാഴ്ച കണ്ടു, ഒരു നരഭോജിയുടെ കാഴ്ച കണ്ടു. ആ നരഭോജിക്ക് പിന്തുണ കൊടുക്കുന്ന മറ്റു ചില നരഭോജികളെയും നമ്മൾ ആ ദൃശ്യത്തിൽ കണ്ടു. അതെ, ഒരു മൃതദേഹത്തിന് മുകളിൽ കയറിയിട്ട് ചവിട്ടുന്ന ഒരു നരഭോജി, ഒരു ഫോട്ടോഗ്രാഫർ, ബിജോയ് ബോനിയ എന്ന ഫോട്ടോഗ്രാഫർ. ഈ രാജ്യം വെറുക്കപ്പെടുന്ന ഒരു മനുഷ്യൻ, ഈ രാജ്യത്തിന്റെ മതേതര മുഖങ്ങൾ കാർക്കിച്ച് തുപ്പാൻ കാത്തിരിക്കുന്ന മുഖം. അതെ, അത്രക്കും വൃത്തികെട്ടവനാണ് ഈ നീചനായ ഫോട്ടോഗ്രാഫർ. സംഘപരിവാറിന്റെ വാലാട്ടി. ജില്ലാ ഭരണകൂടം ഔദ്യോഗികമായിട്ട് അവരുടെ ചിത്രങ്ങൾ പകർത്താൻ വേണ്ടിയിട്ട് നിയോഗിച്ച ഫോട്ടോഗ്രാഫർ. ആ ഫോട്ടോഗ്രാഫറാണ് ഗ്രാമീണന് നേരെ പോലീസുകാർ വെടിയുതിർത്ത സമയത്ത് അയാൾ പിടഞ്ഞു താഴേക്ക് വീഴുന്നു. അവസാന ശ്വാസത്തിന് വേണ്ടിയിട്ട് അയാൾ കഷ്ടപ്പെടുന്ന നേരത്ത് അയാളുടെ നെഞ്ചിന്റെ മുകളിലേക്ക് ചാടിക്കേറിയിട്ട് വീണ്ടും വീണ്ടും ഇതേ രീതിയിൽ ചെയ്തുകൊണ്ട് അവസാനം അയാളുടെ മുഖത്തേക്ക് തന്റെ കൈകൊണ്ട് ക്രൂരമായി തല്ലുന്ന നീചനായ, ലോകം കണ്ട ഏറ്റവും വൃത്തികെട്ട ഫോട്ടോഗ്രാഫർ. അയാളുടെ ദൃശ്യം കണ്ട് ഞാനടക്കമുള്ള, നിങ്ങളടക്കമുള്ള മനുഷ്യന്മാർ ഞെട്ടിപ്പോയി. ഇയാൾ മനുഷ്യനല്ല. അയാളെ ഇപ്പോൾ അറസ്റ്റ് ചെയ്തു എന്നുള്ള വിവരമാണ് ലഭിക്കുന്നത്. അറസ്റ്റ് ചെയ്ത് എന്തു ചെയ്യാനാണ്? നല്ലൊരു നിയമപാലകൻ ഉണ്ടായിക്കഴിഞ്ഞാൽ, നല്ലൊരു ജഡ്ജ് ഉണ്ടായിക്കഴിഞ്ഞാൽ, അയാൾ കൃത്യമായി ശിക്ഷ വിധിച്ചു കഴിഞ്ഞാൽ ഇയാൾ അകത്ത് കിടക്കും. അല്ലാതെ സംഘപരിവാർ ഭരിക്കുന്ന, BJP ഭരിക്കുന്ന അസമിൽ അങ്ങനെയൊരു നീതി കിട്ടുമെന്നുള്ള പ്രതീക്ഷയൊന്നുമില്ല. പക്ഷേ പ്രതിഷേധത്തിനൊടുവിൽ സോഷ്യൽ മീഡിയ കത്തിജ്വലിച്ചപ്പോൾ അറസ്റ്റ് ചെയ്യേണ്ടി വന്നു, അവർക്ക് പിടിച്ച് അകത്തേക്കിടേണ്ടി വന്നു. അവർ ഭരിക്കുന്ന സംസ്ഥാനമായിട്ട് പോലും. അത് നമ്മുടെ വിജയമാണ്. പക്ഷേ ഈ അറസ്റ്റ് കൊണ്ടൊന്നും നമുക്ക് ആ കാഴ്ച മറക്കാനാവില്ല, ഒരിക്കലും മറക്കാനാവില്ല. ഒരു മൃതദേഹത്തിന്റെ മുകളിൽ കയറിയിട്ട് നൃത്തം ചെയ്യാൻ, ആ മൃതദേഹത്തെ ചവിട്ടാൻ, അവസാന ശ്വാസത്തിന് വേണ്ടിയിട്ട് എന്നെ ഒന്ന് രക്ഷിക്കൂ എന്ന് പറയുന്നതിന് തുല്യമായിട്ടുള്ള അവസാന ശ്വാസമുണ്ടല്ലോ, ആ നേരത്ത് ആ മൃതദേഹത്തിലേക്ക് ചവിട്ടാൻ ഇവനെ പോലെയുള്ള നീചന്മാർക്കല്ലാതെ മറ്റൊരാൾക്കും സാധിക്കുകയില്ല. ഇവൻ പ്രവർത്തിക്കുന്ന, അല്ലെങ്കിൽ ഇവൻ അനുകൂല നിലപാട് പുലർത്തുന്ന ആ സംഘടനയുണ്ടല്ലോ, സംഘപരിവാർ എന്ന് പറയുന്ന സംഘടന, അവർക്ക് മാത്രമേ അവരുടെ എതിരാളികൾ എന്ന് അവർ വിളിക്കുന്ന ഈ പാവപ്പെട്ട നിർധരരായിട്ടുള്ള, ആദിവാസികളായിട്ടുള്ള, ന്യൂനപക്ഷമായിട്ടുള്ള ഈ പാവങ്ങളുടെ മൃതദേഹങ്ങൾ കാണുമ്പോൾ സന്തോഷിക്കാൻ സാധിക്കുകയുള്ളൂ. എന്തായാലും ലോകം ആ ദൃശ്യം കണ്ട് ഞെട്ടിപ്പോയിരിക്കുകയാണ്. ഒരു ഫോട്ടോഗ്രാഫർ ഈ രീതിയിലുള്ള ക്രൂരത ചെയ്യുമ്പോൾ അത് തടയാൻ പോലും നിൽക്കാതെ അതിനൊത്തു തുള്ളുന്ന പോലീസുകാരെയും കൂടിയാണ് നമ്മൾ ആ ദൃശ്യത്തിൽ കണ്ടത്. ഒടുവിൽ സർക്കാർ പറയുകയാണ് ഞങ്ങൾക്കൊന്നും അറിയില്ല എന്ന്. ഇപ്പോൾ ശക്തമായ പ്രതിഷേധമാണ് അവിടെ നിന്ന് ഉയർന്നു വരുന്നുള്ളത്. രാത്രികളിൽ നഗരങ്ങളിലടക്കം പ്രതിഷേധങ്ങൾ ഉയർന്നു വന്നു. AUDF പോലെയുള്ള അസമിലെ രാഷ്ട്രീയ പാർട്ടികൾ ശക്തമായി രംഗത്ത് വന്നു. കോൺഗ്രസ് അടക്കം വലിയ രീതിയിലുള്ള വിമർശനം ഉന്നയിച്ച് രംഗത്ത് വരികയും ചെയ്തു. മുസ്ലിം മത സംഘടനകൾ ശക്തമായ പ്രതിഷേധം അറിയിച്ചു. രാജ്യത്തിന്റെ മതേതര മുഖമുള്ള രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളൊക്കെ ഈ വീഡിയോ പങ്കുവെച്ചുകൊണ്ട് അവരുടെ ഔദ്യോഗിക പേജുകളിൽ പങ്കുവെച്ചിട്ട് വിമർശനം ഉന്നയിച്ചു. പക്ഷേ ഇപ്പോഴും ദേശീയ വാർത്താ ഏജൻസികൾ, രാജ്യത്തെ മുൻനിര മാധ്യമങ്ങൾ ഇത് വലിയ ചർച്ചയാക്കിയിട്ടില്ല എന്നുള്ളത് വലിയ ദുഃഖകരമായ വാർത്ത തന്നെയാണ്. കൂടുതൽ വിവരങ്ങളുമായി ഉടൻ നിങ്ങളിലെത്തും. ന്യൂസ് ഡെസ്ക് പബ്ലിക് കേരള.